ഹലോ ഗായ്സ്, എന്ത് കഥ? സുഖമല്ലേ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. കുറേ ദിവസമായി ഒന്ന് ഉഷാറായിട്ടൊന്ന് പറയണ കുറേ ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടൊന്ന് ഉഷാറായെന്ന് തോന്നുന്നു. നമ്മളെ ഒരു എവിടെ നാട്ടിലെവിടെ നിങ്ങൾ? പാലക്കാടാണോ? പാലക്കാട് കാരണം ഒരു നമ്മളെ മുതിർന്ന കൂടെ ഇങ്ങനെ വണ്ടിയിൽ പോവാണ് ഇന്ന് ഖത്തറിൻ്റെ റോഡുമായിട്ട് ഇങ്ങനെ നോക്കാം. മുതിര അതെന്താ എനർജി ആക്കിയത്? അയ്യോ, സോഡ സർബത്ത് എനിക്കുണ്ട് കേട്ടോ, സോറി. മുതിർന്ന് മാത്രമല്ല എനിക്കുണ്ട്. സോഡ സർബത്ത് കുടിക്കാൻ പോവുകയാണ്. അപ്പോൾ നോക്കാം, നമ്മൾ റോഡിൽ ഇങ്ങനെ സഞ്ചരിക്കുന്ന ഒരു വീഡിയോസുമായിട്ട് ഇന്ന്. ഇതാണ് ഖത്തറിലെ ഫ്ലൈ ഓവേഴ്സ് ആണിത്. മൊത്തം ഫ്ലൈ ഓവർ അല്ലേ? ഫ്ലൈ ഓവറാണ്. ഓരോന്നിൻ്റെ മുകളിൽ ഓരോന്ന്. അതാണ് ഇവിടുത്തെ സെറ്റാക്കിയിട്ടുണ്ട്. അടിയിൽ അണ്ടർ പാസിങ് വേറെ. ഇവിടെ 3 ഉണ്ട്. ഒന്ന് അടിയിൽ, മുകളിൽ, അതിൻ്റെ മുകളിലൊന്ന് ഫുള്ള് സെറ്റ്. ഇവിടെ ഇതാ മറ്റേ ഇത് സാധനം ഇവിടെ സൂപ്പർ മാർക്കറ്റ്. ഇതാ ലാൻഡ് മാർക്കാ? ലാൻഡ് മാർക്ക് ഉണ്ട്. റോഡിൻ്റെ സൈഡിൽ കൂടെ പോകുന്ന സമയത്ത് കാണാം. ഇസ്താൻ മാൾ അല്ലേ? ഇസ്താൻ മാള്, കാരിഫോർ എല്ലാം വീട്ടുണ്ട്. ഗൈസ്, നമ്മളെ മുതലാളിക്ക് വഴി തെറ്റി. ഏത് വഴിയാണ് പോകേണ്ടത്? മുതലാളി ഇനിയിപ്പോൾ ഒരു 10 കിലോമീറ്റർ മുന്നോട്ട് പോയിട്ട് തിരിച്ചെടുക്കേണ്ടി വരും. അതാണ്, ഒരു വഴി തെറ്റിയാൽ കിലോമീറ്റർ കണക്ക് ഇവിടെ സഞ്ചരിക്കണം. അത് മൂപ്പര് തെറ്റാണ് അല്ലേ? ഇതാണ് ഗൈസ് നമ്മളെ ഖത്തറിന്റെ ടോർച്ച് ടവർ എന്ന് പറയും. ഒരു ദിവസം ഫോൺ കണ്ടുണ്ട്. അതിനകത്ത് പോയി കയറി ഒരു ചായയൊക്കെ സുലൈമാനിക്ക് കുടിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നോക്കാം, ഒരു സാഹചര്യം കിട്ടിയാൽ കയറും. പിന്നെ ഇതടുത്ത റോഡാണ്, നല്ല ക്ലീനുള്ള, നല്ല ട്രാഫിക് ഒന്നും ഇല്ലാത്തൊരു റോഡാണ്. മുതലാളി ചീത്ത പറയുന്നുണ്ട്. ഞാൻ ഗ്ലാസ്സൊക്കെ താത്തിട്ടാണ് പോകുന്നത്. അപ്പോൾ മുതലാളി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചീത്ത പറയും. ഗായ്സ്, ഇത് ഇവിടുത്തെ തൂക്കുപാലാണ്. ഇപ്പോൾ ഉണ്ടാക്കിയതാണ്. വെറൈറ്റി ആയിട്ടുള്ള നല്ല സെറ്റപ്പിൽ തുടങ്ങിയിട്ടുണ്ട് തൂക്കുപാലം. പിന്നെ ഇത് ലൈറ്റ് ഇടയ്ക്ക് മായും അല്ലേ? വേറെ കളറിൽ വരും ലൈറ്റ്. തൂക്കുപാലം കുറേ നീളത്തിലുണ്ട്. എത്ര കിലോമീറ്റർ? 2 കിലോമീറ്റർ ഉണ്ടാകുന്നു അല്ലേ? മലയാളി എത്ര കൊല്ലം ഇവിടെ? 25 ഇയേഴ്സാ? അയ്യോ, ഞങ്ങളൊരു പകുതി ശതമാനം, ജീവിതത്തിൻ്റെ ഒരു പകുതി ശതമാനം തന്നെ ഒരു ഇവിടെ തന്നെ ആയി ഖത്തറിലല്ലേ? 25 കൊല്ലം. മുപ്പരെന്താ ബിസിനസ് പരിപാടിയായിട്ട് ഇങ്ങനെ നടക്കാണ്. പിന്നെ കുഴപ്പമില്ല അതല്ലേ? എന്നാലും ജീവിച്ച് പോന്നു. ചില ആൾക്കാരുണ്ട് 5 കൊല്ലം, 10 കൊല്ലം, 15 കൊല്ലം. പിന്നെ ഇവിടെ തന്നെ ജനിച്ച് വളർന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെ സാഹചര്യം അനുസരിച്ചിട്ടാണ് ഇവിടെ വന്നിട്ട് പണിയെടുക്കാൻ. കഷ്ടപ്പാട് എല്ലാവർക്കും ഉണ്ടാവും. ഇവരെല്ലാം വിട്ട് നാട്ടിൽ പോകും. നാട്ടിൽ പോയിട്ട് അതേപോലെ തിരിച്ചു വരും. കുറച്ചുകൂടി നിന്ന് നോക്കാം. എല്ലാവരും അവസ്ഥ എത്ര കൊണ്ട് വന്നാൽ എന്തെങ്കിലും റേഡിയോ പണി എല്ലാവർക്കും ഉണ്ടാവും. പിന്നെ ഒന്ന് കഷ്ടപ്പാടൊന്ന് അനുഭവിക്കുന്ന ആൾക്കാരൊക്കെ ഗൾഫ് വേണം. ഏതായാലും നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടായിരുന്നു അൻസാർ ഗാലറി പറഞ്ഞിട്ട്. ഇവിടുത്തെ ഇതാണ് മെയിൻ അൻസാർ ഗാലറി. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറേ ഉണ്ട്. ഇത് നീളത്തിലുണ്ട്. എത്ര കിലോമീറ്റർ കണക്കിനുണ്ട് സാധനം? ഒരു 10 കിലോമീറ്റർ ഉണ്ടെന്ന് പറയുന്നുണ്ട് ചേട്ടന്. അൻസാർ ഗാലറി അല്ല, മൊത്തം ഓരോന്നിലായിട്ട്. ഇതിപ്പോൾ അൻസാർ ഗാലറിയാണ്. അതിൻ്റെ അപ്പുറത്ത് വേറെ ഉണ്ട് അതേപോലെ നീളത്തിൽ വേറൊന്നും കിടക്കുന്നുണ്ട്. എല്ലാം ഉണ്ട് ഇതിനകത്ത് കയറിയാൽ, എല്ലാ സാധനവും അതേപോലെ ഉണ്ടാവും നീളത്തിൽ, കിലോമീറ്റർ കണക്കിൽ. മുതലാളിൻ്റെ വണ്ടി ഭയങ്കര കുരുക്കാണ്. ഇതാണ് ഇവിടുത്തെ സഫാരി മാൾ പറയുന്നൊരു മാൾ. സഫാരി നല്ല തിരക്കുണ്ടാവും. പിന്നെ ചെറിയ തുച്ഛമായ വിലക്ക് അത്യാവശ്യം സാധനങ്ങളൊക്കെ കിട്ടും. പിന്നെ കുറേ വണ്ടികളുണ്ട് ഇവിടെ. ഇവിടെ ഒരു കൂപ്പൺ ഉണ്ട്. 25 റിയാലൊക്കെ പർച്ചേസ് ചെയ്താൽ
കൂപ്പണൊക്കെ കിട്ടും. കൂപ്പണിൽ അതിലങ്ങനെ ഡ്രോ ആയിട്ട് കിട്ടുന്ന സാധനങ്ങളാണ്. ഇപ്പം ഖത്തറിൽ വന്നാൽ ഏറ്റവും ഒരു സന്തോഷം കൂടുന്നൊരു സ്ഥലമാണ് എന്താണ്, അതായത് എയർപോർട്ട്. നാട്ടിൽ പോകാനുള്ള ഒരു സ്ഥലം പറഞ്ഞിട്ട് ആണ് തീർച്ചയായും ഇവിടുത്തെ ഒരു കാഴ്ചയാണ്. നല്ല നല്ല രസമുള്ള ഇവിടെയൊക്കെ നല്ല രീതിയിൽ സെറ്റാക്കിയിട്ടുണ്ട്. നല്ല ഗാർഡനും നല്ലൊരു പച്ചപ്പ് പരിതാപമായിട്ട് നല്ല രസമുണ്ട്. ഇവിടെ സൈഡിലൊക്കെ ലൈറ്റൊക്കെ ഇതേപോലത്തെ ലൈറ്റൊക്കെ